ഇപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിന്റെ സമ്മേളനമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, അത് പാർട്ടി പലർക്കും കാണും. ഉപ്പ് ഒന്നും വെള്ളം കുടിക്കപ്പാ. CPM നടപടി എടുത്തിട്ടില്ല ആ വിഷയത്തിൽ. അതൊക്കെ അവരോട് ചോദിക്കണം. അവർ അതിന്റെ തക്ക സമയത്ത് കാലങ്ങളൊക്കെ വരുമ്പോൾ അവരെടുക്കും. വർഗീയവാദിയായിട്ട് എല്ലാവരും പറയുന്നത് എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം എന്താ? യഥാർത്ഥ വർഗീയവാദികളായത് പറയാം. മലപ്പുറത്ത് ചെന്നപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരം തരും മിസ്റ്റർ. സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങാൻ സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ട് കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. കുറെ നാളായി തുടങ്ങിയിട്ട്. മലപ്പുറം പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രകോപിതനായത്. ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് കയർക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ചാനൽ മൈക്കുകൾ തള്ളി മാറ്റിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. വർക്കലയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് ഈ മലപ്പുറം പ്രസ്താവനയെക്കുറിച്ച് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത്? മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ട് കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. കുറെ നാളായി തുടങ്ങിയിട്ട്. സിബി ജോസഫ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിബി, ഈ ചാനൽ മൈക്കുകളൊക്കെ അദ്ദേഹം തട്ടിമാറ്റുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തെ പ്രകോപിതനാക്കിയത്? ഇന്നിപ്പോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളാണ് അദ്ദേഹം വളരെയധികം കയർത്തുകൊണ്ടും മൈക്ക് തട്ടിമാറ്റിക്കൊണ്ടും അദ്ദേഹം പ്രകോപിതനായത്. പ്രദേശത്തോട് ഈ മലപ്പുറത്ത് സ്കൂളുകൾ തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് സ്ഥലം ലഭിക്കുന്ന നേരത്തെ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ സിബി പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. വളരെ വേഗത്തിൽ സിബിയിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. മലപ്പുറത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ചാനൽ മൈക്കുകളൊക്കെ തള്ളിമാറ്റുകയായിരുന്നു. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ട് കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. കുറെ നാളായി തുടങ്ങിയിട്ട്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ MP സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ അത്യന്തം ഗൗരവമുള്ളതാണ്. SITയുടെ അന്വേഷണം പോകുന്ന രീതി ഹൈക്കോടതി വളരെ വളരെ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അത് ശരിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ചെയ്ത വിവരം നിങ്ങളടക്കം അറിഞ്ഞത് 4-5 ദിവസം കഴിഞ്ഞിട്ടാണ്. എന്തിനകത്ത് രഹസ്യമായൊരു ക്വസ്റ്റ്യനിങ്? അത്തരം പ്രിവിലേജുകൾ ആർക്ക് അവകാശപ്പെട്ടതാണ്? അപ്പോൾ ഇതിനകത്തെ SITയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നേരത്തെ ആക്ഷേപിക്കുന്നുണ്ട്. SITയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയാണെങ്കിലും ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളവരാണ്. കേരള സർക്കാർ ഈ അന്വേഷണം ആദ്യം മുതലേ തന്നെ അട്ടിമറിക്കാനാണ് കേരള സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ SITയുടെ ഭാഗമാണെങ്കിൽ പോലും നടത്തുന്ന പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി ഒരു ഘട്ടം കൂടി ശരിവച്ചിരിക്കുകയാണെന്നില്ല ഹൈക്കോടതി നിരീക്ഷണത്തോടുകൂടി. അത് തന്നെയാണ് ഇതിപ്പം CPM സംബന്ധിച്ചിടത്തോളം എന്ത് നടപടി വന്നാലും ഒരു കുഴപ്പമില്ല, ലാഘവത്തോടെയാണ്.
അയ്യപ്പന്റെ സ്വർണ്ണമോഷണം ഉണ്ടായിട്ട് സ്വർണ്ണക്കൊള്ള നടന്നിട്ട് ആ കൊള്ളയെ ലാഘവത്തോടെ കാണുന്ന ഒരു സമീപനം ഈ സർക്കാർ സ്വീകരിക്കുന്നു. അത് എത്ര തിരിച്ചടി കിട്ടിയാലും അവർ മനസ്സിലാക്കത്തില്ല എന്നുള്ളതാണ് തെളിവ്. ഇനിയും അവർക്ക് തിരിച്ചടികൾ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അല്ല, നിയമത്തിന്റെ വഴിക്ക് പോട്ടേന്ന്. അപ്പൊ നമുക്ക് കാത്തിരിക്കും കാണാം. അല്ല, ഇത് പലവട്ടം നമ്മൾ മറുപടി പറഞ്ഞതാണ്. സോണിയാഗാന്ധി അല്ലല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതുപോലെ കേരള മുഖ്യമന്ത്രി. ഇതെല്ലാം ചുമതലപ്പെട്ടവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോയി അന്വേഷണത്തിന്റെ പരിധിയിൽ ഓരോരാളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഇഷ്യൂ മാറ്റിവിടാനും വേണ്ടി ഇല്ലാത്ത ഇഷ്യൂ മാറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് വ്യക്തമാണ് കാര്യങ്ങൾ. ആ ശബരിമലയിലെ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നവരെ ഞങ്ങളെല്ലാവരും കണ്ണിലെണ്ണ ഒഴിച്ചുണ്ടാവും, കേരള ജനതയും ഉണ്ടാവുന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുള്ളതുകൊണ്ടാണോ ഇതിനെ വൈകിപ്പിച്ചത്? ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. എനിക്ക് അതിനകത്ത് മനോസങ്കടം തോന്നുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം കർണാടകത്തിലെ ഒഴിപ്പിക്കലും യു പിയിലെ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ ഭരണവും ഒരുപോലെയാണെന്നുള്ള രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്തതായിരുന്നു അത്. കർണാടകത്തിലെ കുടിയൊഴിപ്പിക്കൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കാലത്തും ഉണ്ടാകാത്ത ഒരു പ്രത്യേകത അവിടെയുണ്ട്. കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ 48 മണിക്കൂറിനകം തീരുമാനമെടുത്തൊരു ഗവൺമെന്റ് കർണാടകത്തിലല്ലാതെ വേറൊരു ഗവൺമെന്റ് ഇല്ല. അനധികൃതമായിട്ടുള്ള കുടിയേറ്റമാണെങ്കിലും കയ്യേറ്റമാണെങ്കിലും അത് പറഞ്ഞുകൊണ്ട് തന്നെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള മനസ്സ് കാണിച്ച കർണാടക ഗവൺമെന്റാണ് ആ ഗവൺമെന്റ്. അത് പ്രത്യേക സമുദായത്തിനു വേണ്ടി മാത്രമല്ല, എല്ലാ സമുദായത്തിൽപ്പെട്ടവരും അതിലകത്തുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇവിടെ ചെയ്തെന്താണ്? അതും സാമുദായികവൽക്കരിച്ച് അത് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് കുറ്റമാക്കി കുറെ ആളുകളെ അങ്ങോട്ടേക്ക് അയച്ച് മുഖ്യമന്ത്രിക്ക് പ്രസ്താവന നടത്തി. എന്റെ യോഗി ആദിത്യനാഥ് ബുൾഡോസർ രാജ് നടത്തിയപ്പോ CPM നേതാക്കന്മാരൊന്നും UP പോയി സന്ദർശിച്ചിട്ടില്ലല്ലോ. അവിടെ സന്ദർശിച്ചായിരുന്നോ? ഇല്ല. അപ്പൊ കർണാടകത്തിലേക്ക് ധൃതി പിടിച്ചു പോയി. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. കർണാടക സർക്കാർ ചെയ്ത് കൃത്യമാണ്. നിയമപരമായ എടുക്കേണ്ട നടപടികളെടുക്കും. അപ്പോഴും കാരുണ്യത്തോടെയുള്ള സമീപനം ഉണ്ടാകും. പാവപ്പെട്ടവർക്ക് സംരക്ഷണം കൊടുക്കുന്ന സമീപനം. അതുകൊണ്ട് 11 ലക്ഷം രൂപയുടെ വീടുകളാണ്. അതിൽ 1.5 ലക്ഷം രൂപ അവരൊഴിക്കേണ്ട ബാക്കി മുഴുവൻ സർക്കാർ കൊടുത്തിട്ട് ഇവരെ മുഴുവൻ പുനരധിവസിപ്പിക്കുന്നത്. അവരിപ്പോൾ താമസിക്കുന്നതിനൊക്കെ കൂടി നല്ല സ്ഥലത്തേക്ക് അവർ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകയാണ്, മോഡലാണ്. പക്ഷേ അനധികൃത കുടിയേറ്റത്തെ നിയമപരമായി നേരിടുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ UP മോഡൽ ബുൾഡോസർ രാജാക്കി ചിത്രീകരിച്ച് എത്ര പെട്ടെന്നായിരുന്നു ക്വിക്ക് ആക്ഷൻ. എന്തൊരു ആക്ഷനായിരുന്നു ഇത്. അത് BJP സൂചിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു അതും. അപ്പൊ അവർ നടത്തുന്ന കർണാടകത്തിൽ നടത്തുന്ന സമാനമാണോ? ഇത് തെറ്റായ കാര്യമാണോ എന്ന് ഞങ്ങൾ പറയാനായിരുന്നു. ബുൾഡോസർ രാജ് ഇഷ്യൂ ദ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂഡ് ബൈ ദ KC വേണുഗോപാൽ MP മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം, അതുപോലെ തന്നെ കർണാടകയിലെ വിഷയം ഉൾപ്പെടെയാണ് അദ്ദേഹം സംസാരിച്ചത്. വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. 3 ജില്ല കേൾക്കുന്നുണ്ട് മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ, ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം എല്ലാം ഉണ്ട്, അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടർ നിങ്ങൾ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട് കുറെ നാളായി തുടങ്ങിയിട്ട് സിബി ജോസഫുണ്ട് വിവരങ്ങൾ നൽകാനായി. സിബി, എന്താണ് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചത്? എന്താണ് അദ്ദേഹം ഇത്രയധികം ക്ഷുഭിതനാകാൻ കാരണം? ഇതിൽ